എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. പാറ്റ്ന സ്വദേശിയായ യുവാവിനെ ഒരു പാമ്പ് കടിച്ചു. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. യുവാവിന്റെ വക പാമ്പിന് തിരിച്ച് 2 കടിയും കൊടുത്തു. പാമ്പ് ചത്തു. യുവാവ് രക്ഷപ്പെട്ടു. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. ഈ ആര് പാമ്പ് പിടുത്തക്കാരനാ? വെറുതെ പറയാണെന്ന്. അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. യുവാവിന്റെ വക പാമ്പിന് തിരിച്ച് 2 കടിയും കൊടുത്തു. ഇതെന്തും മറിമായും. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ടോ? വനമേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വനമേഖലയിലെ ട്രാക്കിന്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷ് വിശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് ആ സമയത്താണ് പാമ്പ് ഇയാളെ വന്ന് കടിക്കുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോൾ തന്നെ കൂടുതലൊന്നും പരിഭ്രമിക്കാതെ ഈ പാമ്പിനെ ഇരുമ്പുവടി കൊണ്ട് പിടികൂടിയതിനു ശേഷം ഇയാൾ 2 വട്ടം തിരിച്ചു കടിക്കുകയായിരുന്നു. പാമ്പ് അപ്പോൾ തന്നെ ചത്തു. എന്നാൽ യുവാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. എന്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ.